രോഗികളെന്ന വ്യാജേന പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നഴ്സിംഗ് കൌൺസിൽ അംഗീകാരത്തിന് ശ്രമം. മിന്നൽ പരിശോധന നടത്തി നഴ്സിംഗ് കൌൺസിൽ കൊട്ടാരക്കര വാളകത്തെ മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് ക്രമക്കേടുകൾ കയ്യോടെ പിടികൂടിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി സാമൂഹ്യനീതി വകുപ്പിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിനിടെ BSc നഴ്സിംഗ് പഠനത്തിന് 30 പേരെ പ്രവേശിപ്പിക്കാൻ നഴ്സിംഗ് കൌൺസിൽ അനുമതി നൽകിയപ്പോൾ കോളേജ് അധികൃതർ 58 പേരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. BSc നഴ്സിംഗ് കോഴ്സിന് അനുമതി കിട്ടിയ ശേഷമാണ് നഴ്സിംഗ് കൌൺസിൽ കൊട്ടാരക്കര വാളകത്തെ മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗിൽ മിന്നൽ പരിശോധന നടത്തിയത്. വിശദ പരിശോധനയിൽ കണ്ടെത്തിയതാകട്ടെ വൻ ക്രമക്കേടുകൾ. 300 കിടക്കകളുള്ള ആശുപത്രിയിൽ പക്ഷേ രോഗികൾ അത്ര കണ്ടില്ല. മിന്നൽ പരിശോധന വിവരമറിഞ്ഞ അധികൃതർ ആശുപത്രിയിൽ രോഗികളാക്കി പ്രവേശിപ്പിച്ചത് പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസികളെ. ഇവരെ മിക്കവരെയും പ്രവേശിപ്പിച്ചത് അർദ്ധരാത്രിയിൽ. രോഗികളെന്ന പേരിൽ അവിടെ പ്രവേശിപ്പിച്ചിരുന്നവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും കണ്ടെത്തി. മാത്രമല്ല, മെഡിക്കൽ രേഖകൾ പോലും ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടില്ല. ക്രമക്കേട് വ്യക്തമായതിനെ തുടർന്ന് നഴ്സിംഗ് കൌൺസിൽ റിപ്പോർട്ട് നൽകി. ഇതിനെതിരെ കോളേജ് പ്രിൻസിപ്പൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. നഴ്സിംഗ് കൌൺസിൽ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകളാണെന്ന് വ്യക്തമാക്കിയ കോടതി വിശദ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. സാമൂഹ്യനീതി വകുപ്പാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് മാനേജ്മെന്റ് വിദ്യാർത്ഥികളോട് ചെയ്തിരിക്കുന്നത് ക്രൂരതയാണ്. ഏതെങ്കിലും തരത്തിൽ അവർക്ക് അംഗീകാരമില്ലെന്ന് മനസ്സിലാകുന്ന പക്ഷം ആ കുട്ടികളുടെ ഭാവി എന്താകുമെന്ന് മാനേജ്മെന്റ് ആലോചിച്ചിട്ടുണ്ടോ? റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.